To my YouTube channel. I'm Jishnu S, working as an EMT, Emergency Medical Technician. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അംബീഷൻ ഇതായിരുന്നു. ഞാൻ എങ്ങനെയാണ് നേഴ്സിംഗിൽ എത്തപ്പെട്ടത്, ഏത് കോളേജിലാണ് പഠിച്ചത്, എൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ എത്രയായിരുന്നു, അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അംബീഷൻ ഇതായിരുന്നു. ഞാൻ എങ്ങനെയാണ് നേഴ്സിംഗിൽ എത്തപ്പെട്ടത്, എൻ്റെ കോളേജ് ഏതായിരുന്നു, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എത്രയായിരുന്നു, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 3ാം ക്ലാസ് വരെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്ക്, അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അമ്മയായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛനെ ഇഷ്ടമല്ലെന്നല്ല, അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവര് അമ്മമ്മനെ അങ്ങനെയൊക്കെ പറയാം. അപ്പം എൻ്റെ അമ്മയ്ക്ക് തന്നെ ഒരു നേവിയിൽ ഓഫീസറാക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ആ സമയത്ത് നമുക്കറിയത്തില്ല നേവിയിൽ എന്തൊക്കെയാ സംഭവം, എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്ത് ഓക്കെ പോവാന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ഒരു 8ാം ക്ലാസ്, ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പം എൻ്റെ ഒരു കസിൻ ചേച്ചി നേഴ്സിംഗ് എടുത്തു. അപ്പം ചേച്ചി പുറത്തുപോയി പഠിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പഠിക്കാൻ പോകാൻ പറ്റുമല്ലോ, ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് നേഴ്സിംഗ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എൻ്റെ വീട്ടിൽ എല്ലാവരും കുറച്ച് റിലേറ്റീവ്സ് ഉടക്ക് പറഞ്ഞു, അതായത് നേഴ്സിംഗ് എന്ന് വെച്ചാൽ ആമ്പിളാർ പോകുന്ന പ്രൊഫഷൻ അല്ല, പെമ്പിളാർ മാത്രമേ പഠിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിതുണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അത് വേണ്ട. പിന്നെ 10ാം ക്ലാസ്സിലെ മാർക്കൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഓൾറെഡി നേഴ്സിംഗിൽ പോകാനുള്ള ആ ഒരു താല്പര്യം, എനിക്ക് ഓൾറെഡി ആ നേഴ്സിംഗിലേക്കുള്ള ഒരു താല്പര്യം അങ്ങ് പോയി. പിന്നെ ഞാനാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ ഒരു ആഗ്രഹമുള്ളത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണ്ട. അടുക്കള കയറാറില്ലെന്നല്ല, അടുക്കള കയറാറുണ്ട്, പക്ഷെ വീട്ടിൽ അമ്മ സമ്മതിക്കാറില്ല. അപ്പോൾ എനിക്കങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയാൻ വയ്യ. എങ്കിലും വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ആദ്യം ഒരു എതിർപ്പുണ്ടായിരുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമ കണ്ടിട്ട് ആ ഒരു ലെവലാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട കോഴ്സാണ്, എന്നെക്കൊണ്ട് അത് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റും, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് ഓക്കെ. 10ാം ക്ലാസ് കഴിഞ്ഞു, 10ലെ റിസൾട്ട് വന്നു. 10ലെ റിസൾട്ട് വന്നപ്പോൾ ആസ് യൂഷ്വൽ നല്ല മാർക്ക് കുറവുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമില്ല, ഞാൻ കരുതി എനിക്ക് കെമിസ്ട്രി ആണെങ്കിൽ തന്നെ പഠിച്ച് എടുക്കാൻ